ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ലൈവ് ചാറ്റിൽ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ 4ാമത്തെ മൊഡ്യൂൾ, അവസാനത്തെ മൊഡ്യൂളാണ്. സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഓക്കെ, അത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്നാണ് മൊഡ്യൂളിന്റെ പേര്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബെൻഡിങ്ങിനെ പറ്റി പഠിച്ചിരുന്നു. ബെൻഡ് ചെയ്യുന്നതിനെ പറ്റി, അതായത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും, അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, കോൺസെപ്റ്റ് എന്താണ്, ഡെഫിനേഷൻ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മിങ് ക്ലാസ്സിൽ ഇതുപോലെ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് സ്ലൈഡ് ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഞാൻ തന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4 തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ബെൻഡിങ് പേരിൽ നിന്ന് തന്നെ അറിയാം, നമുക്കറിയാം ഒരു ബീമിനകത്ത് ബെൻഡിങ്ങും ഷിയറും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിമ്പിൾ ബെൻഡിങ് എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാകുക? അവിടെ ഷിയർ ഇല്ല, ബെൻഡിങ് മാത്രമാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് എ ലെങ്ത് ഓഫ് ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റന്റ് ബെൻഡിങ് മൊമെന്റ് and no shear force, stresses produced due to bending moment only, and the beam is in pure bending of simple bending. അതായത് ഒരു ബീമിനകത്തേക്ക് ബെൻഡിങ് മൊമെന്റ് മാത്രം, ഷിയർ ഫോഴ്സ് ഇല്ലാതെ ബെൻഡിങ് മൊമെന്റ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ബെൻഡിങ് ഉണ്ടാകുന്ന സ്ട്രെസ് ബെൻഡിങ് മൊമെന്റ് കാരണം മാത്രമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനകത്ത് ബെൻഡിങ് മൊമെന്റ് മാത്രം കാരണമാണ് സ്ട്രെസ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ ആ ബീമിനെ ദിസ് ബീം ഈസ് ഇൻ പ്യുവർ ബെൻഡിങ് ഓർ സിമ്പിൾ ബെൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ നമ്മൾ ഷിയർ ഫോഴ്സേ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിനി ചെയ്യാൻ പോകുന്ന ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കംപ്ലീറ്റ്ലി സിമ്പിൾ ബെൻഡിങ്, പ്യുവർ ബെൻഡിങ്, ഷിയർ ഫോഴ്സേ കൺസിഡർ ചെയ്യുന്നില്ല. ഷിയർ ഫോഴ്സ് 0 ആണെന്നുള്ള അസംഷനിലാണ് എല്ലാം നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് അവിടെ ആക്ട് ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റ് മാത്രമാണ്. സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ബെൻഡിങ് മൊമെന്റ് മാത്രമാണ്, ഷിയർ ഫോഴ്സ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആ ബീമിനെ പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയാം. ഓക്കെ, ബെൻഡിങ് ഡ്യൂ ടു പ്യുവർ മൊമെന്റ്, ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഷിയറിന്റെ എഫക്റ്റ് ഒന്നും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഒരു ബീം 2 രീതിയിൽ ബെൻഡ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സാഗിങ്ങും ഹോഗിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നു. സാഗിങ്ങും ഹോഗിങ്ങും. അപ്പൊ ഞാനിവിടെ ഒരു ബീം സാഗ് ചെയ്ത് നിൽക്കുന്ന ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, സാഗ് ചെയ്ത് നിൽക്കുന്ന ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ. പിന്നെ അതുപോലെ തന്നെ ഹോഗിങ്ങും എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ സാഗിങ്ങിൽ നോക്കൂ, ഔട്ടർ ലെയറിൽ ടെൻഷനും ഇന്നർ ലെയറിൽ കംപ്രഷനുമാണ് ആക്ട് ചെയ്യുന്നത്. ഹോഗിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ്? ഏറ്റവും മുകളിലത്തെ ലെയറിൽ ടെൻഷനും ഏറ്റവും താഴെയുള്ള ലെയറിൽ കംപ്രഷനുമാണ് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ബീമിനെ, ഒരു ബീം എന്ന് പറയുന്നത് ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഓരോ ലെയറിനെയും ഫൈബേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, ഒരുപാട് ഫൈബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ലെയേഴ്സ് അങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് എന്ത്, ഒരു ബീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സാഗിങ് മൊമെന്റ് ആണ് ഒരു ബീമിൽ ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആവും. അതിന്റെ താഴെയുള്ള ലെയർ, ഏറ്റവും താഴെയുള്ള ലെയർ, അതായത് ഈ ഒരു പോർഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ലെയറിന് വലിവാണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ടെൻഷൻ ആണ് ഉണ്ടാകുന്നത്. വലിയുന്ന ഫോഴ്സിന് നമ്മൾ എന്തെന്ന് പറയാ? ടെൻസൈൽ ഫോഴ്സ് അല്ലെ. അപ്പൊ അത് കാരണം അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകും അല്ലെ. ആ വലിവ് കാരണം അവിടെ ഒരു, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ കാരണം അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഏറ്റവും ഈ ഒരു ലെയറിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഈ ഒരു ലെയറിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള ഫൈബേഴ്സിനെല്ലാം അത് ഷോർട്ടൺ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഷോർട്ടൺ ചെയ്യാണ് ചെയ്യുന്നത്, ഉള്ളിലോട്ടാണ് ഷോർട്ടൺ ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കംപ്രഷൻ. അവിടെ കംപ്രഷൻ ആണ് സംഭവിക്കുന്നത് സാഗിങ് മൊമെന്റിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഹോഗിങ് മൊമെന്റിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഈ ലെയറിലാണ്, ഈ കാണുന്ന ലെയറിലാണ്
ഹോഗിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അല്ലെ ബീം ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറിനകത്ത് ടെൻസൈൽ ഫോഴ്സ്, അതായത് അവിടുത്തെ ഫൈബർ വലിയുന്നു, ഫൈബർ ലോങ്ങർ ആകുന്നു. ദാറ്റ് ഈസ് അവിടെ ടെൻഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇനി ഈ ഒരു ലെയറാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഈ ഒരു ലെയറിനകത്ത് ഫൈബേഴ്സ് ഷോർട്ടൺ ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവിടെ കംപ്രഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ലെയർ ആയിട്ടാണ് എന്ന് അല്ലെ. അപ്പോ നിങ്ങൾ ഈ സാഗിങ് മൊമെന്റിന്റെ കേസിൽ നോക്കൂ, ഏറ്റവും ഈ പുറമേയുള്ള ലെയറിനകത്ത് ടെൻഷൻ ആണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ അതിന് തൊട്ട് മുകളിലുള്ള ലെയറിലും ടെൻഷൻ ആയിരിക്കും, അതിന് തൊട്ട് മുകളിലുള്ള ലെയറിലും ടെൻഷൻ തന്നെ. അങ്ങനെ പോയി 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 ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ കംപ്രഷനായി മാറുന്നുണ്ട്. അതായത് ഏതോ ഒരു പോർഷനിൽ വെച്ച് ഏതോ ഒരു ലെയറില് ടെൻഷൻ കംപ്രഷനായി മാറുന്നുണ്ട് അല്ലെ, ടെൻഷൻ കംപ്രഷനായി മാറുന്നുണ്ട്. ആ ഒരു ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ദ ലെയർ അറ്റ് വിച്ച് സ്ട്രെസ് ഈസ് സീറോ ഈസ് കോൾഡ് ന്യൂട്രൽ ലെയർ. ഈ ന്യൂട്രൽ ലെയറിൽ കംപ്രഷനും ഉണ്ടായിരിക്കില്ല, ടെൻഷനും ഉണ്ടായിരിക്കില്ല. അതായത് കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ടാകില്ല, ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ടാകില്ല. അത്തരം ലെയേഴ്സിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ ലെയർ. ഓക്കെ, ഇതൊരു നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ ഓഫ് ബീം ആണെന്നാണ് എടുക്കേണ്ടത് കേട്ടോ, ഇമാജിൻ ചെയ്യേണ്ടത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഒരു ബീമിനെ നമ്മൾ നേരെ നോക്കി കാണാണ്, അത് നീണ്ടു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ന്യൂട്രൽ ലെയർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഗിങ് മൊമെന്റിന്റെ കേസിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ടെൻഷനാണ്, അതിന്റെ തൊട്ടുമുകളിൽ ടെൻഷനാണ്, പിന്നെയും ടെൻഷനാണ്. പിന്നെ ന്യൂട്രൽ ലെയർ എത്തിക്കഴിഞ്ഞാൽ എന്തായി? സ്ട്രെസ് സീറോ ആയി. പിന്നെ മുകളിലേക്ക് പോകുന്തോറും ടെൻഷൻ സീറോ ആയി, പിന്നീട് അത് കംപ്രഷനായി മാറി. ഓക്കെ, ഹോഗിങ് മൊമെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കംപ്രഷനാണ്, അതിന് തൊട്ടുമുകളിൽ കംപ്രഷൻ, അങ്ങനെ വന്ന് വന്ന് ന്യൂട്രൽ ലെയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് വിൽ ബി സീറോ, ദെൻ അത് ടെൻഷനായി മാറി. ഓക്കെ, അപ്പോൾ ആ ലെയറിനെയാണ് ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. സാഗിങ് മൊമെന്റിന്റെ കേസിൽ പറയാം, സ്ട്രെസ് എബോവ് ദി ന്യൂട്രൽ ലെയർ ഈസ് compressive, then stress below the neutral layer is tensile, and again stress at neutral layer is zero. Okay, അതുപോലെ തന്നെ ഹോഗിങ് മൊമെന്റിന്റെ കേസിലും പറയാം, stress above neutral layer is tensile, stress below neutral layer is compressive, and stress at neutral layer is zero. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ ബെൻഡിങ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ന്യൂട്രൽ ലെയർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഇവിടെ നോക്കുക, നമ്മൾ ആ ഫിഗർ തന്നെ ഒന്നുകൂടെ വരച്ചിരിക്കുകയാണ്. ഇത് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വ്യൂ ആണ് സാഗിങ്ങിനും ഹോഗിങ്ങിനും നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇനി അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ എടുത്ത് നോക്കൂ. അതായത് ഈ കാണുന്നത് എന്താണ്? അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഈ കാണുന്നത് അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാഗിങ്ങിന്റെ കേസിൽ ന്യൂട്രൽ ഏറ്റവും മുകളിൽ എന്താണ്? കംപ്രഷൻ, താഴെ ടെൻഷനാണ്. ഹോഗിങ്ങിന്റെ കേസിൽ മുകളിൽ ടെൻഷനാണ്, താഴെ കംപ്രഷനാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മിഡിലിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത് എപ്പോഴാണ് പറയുക? അതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂവിലാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡ്, ഇപ്പോൾ ഒരു ബീമിനെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ഈ ഒരു രീതിയിലാണ് ബീമിനെ കാണുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ബീമിനെ നോക്കുന്നതെങ്കിൽ ഈ ലെയർ ഉണ്ടല്ലോ, സെന്ററിൽ പോകുന്ന ഈ ഒരു ലെയർ, ഈ ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞത്. ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നോക്കുന്നതെങ്കിൽ, ക്രോസ് സെക്ഷണൽ വ്യൂ ഇതാണല്ലേ, ഇതാണ് അതിന്റെ ഇപ്പൊ ഈ വരയ്ക്കുന്നത്, ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ. അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത്, ഞാൻ ഈ യെല്ലോ കളറിൽ വരയ്ക്കുന്നതാണ്, ഈ ലൈനാണ് അല്ലെ. ഈ ആക്സിസിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രൽ ആക്സിസ് നമ്മൾ സെൻട്രോയിഡും സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ കാണുമ്പോൾ ക്രോസ് സെക്ഷൻ എടുത്തിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ലെയർ ഒക്കെ നമ്മൾ എടുത്തിരുന്നു. ദാറ്റ് ഈസ് ന്യൂട്രൽ ആക്സിസ്.
ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആക്സിസും ന്യൂട്രൽ ലെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്കതിന്റെ ഡെഫിനിഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഡെഫിനിഷൻ എന്താണ് നമുക്ക് നോക്കാം. ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pure bending causes tensile stress in one portion and compressive stress in other. The layer between these two portions where stresses induced due to pure bending is zero is the neutral layer. അതായത് പ്യുവർ ബെൻഡിങ്ങിന്റെ കേസിൽ ഒരു പോർഷനിൽ കംപ്രഷനും ഒരു പോർഷനിൽ ടെൻഷനും ആണ് അല്ലേ. ഈ കംപ്രഷനും ടെൻഷനും ഇടയ്ക്ക് ഒരു പെർട്ടിക്കുലർ ലെയറിൽ സ്ട്രെസ് ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് സീറോ ആകുന്നുണ്ട്. ആ ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. ദെൻ ന്യൂട്രൽ ആക്സിസ് എന്താണ്? ന്യൂട്രൽ ആക്സിസ് നമ്മുടെ ന്യൂട്രൽ ലെയറിന്റെ ട്രേസ് ആണ്. ക്രോസ് സെക്ഷണൽ വ്യൂ എടുക്കുകയാണെങ്കിൽ ന്യൂട്രൽ ലെയറിന്റെ ട്രേസിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി ഓൾവേസ് പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് ദി സെക്ഷൻ. സെൻട്രോയിഡിലൂടെയാണ് എല്ലായ്പ്പോഴും അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ന്യൂട്രൽ ആക്സിസും ന്യൂട്രൽ ലെയറും ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ. നമ്മൾ ടോർഷൻ പഠിച്ചപ്പോൾ ടോർഷൻ ഇക്വേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ടോർഷൻ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ടോർഷൻ ഇക്വേഷൻ? T by J is equal to QS by R is equal to G theta by L അല്ലേ? അതായിരുന്നു നമ്മുടെ ടോർഷൻ ഇക്വേഷൻ. അതുപോലെ ബെൻഡിങ്ങിലും ഒരു ഇക്വേഷൻ ഉണ്ട്, ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേഷനും അതിൻ്റെ അസംഷൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അസംഷൻസ് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ ടോർഷൻ ഇക്വേഷൻ പറയുമ്പോഴും അതിൻ്റെ അസംഷൻസ് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സിമ്പിൾ ബെൻഡിങ് തിയറിയിലെ അസംഷൻസ്. ആദ്യത്തെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്യുവർ ബെൻഡിങ് മാത്രമേ ഉള്ളൂ, ഷിയർ ഫോഴ്സ് ഇല്ല. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഷിയർ ഫോഴ്സ്. ദെൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്, അതുപോലെ തന്നെ ഐസോട്രോപിക് ആണ്. ഇനി നമ്മൾ ഓരോ ഫൈബർ എടുക്കുകയാണെങ്കിൽ, ബീമിനകത്തുള്ള ഓരോ ഫൈബർ എടുക്കുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് അതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും ഫ്രീ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാനും പറ്റും. അത് ഫ്രീലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫൈബർ ആയിരിക്കും, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് മൂന്നാമത്തെ അസംഷൻ. ദെൻ യങ്സ് മോഡുലസ് ഫോർ ദ ബീം ഈസ് സെയിം ഇൻ ടെൻഷൻ ആസ് വെൽ ആസ് ഇൻ കംപ്രഷൻ. ടെൻഷനിലും കംപ്രഷനിലും ആ ബീമിന്റെ യങ്സ് മോഡുലസ് സെയിം ആണ്. Stresses are within elastic limit. That means Hooke's law obey ചെയ്യും. Transverse section which is plane before bending remains plane after even after bending. ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ പ്ലെയിൻ ആയിട്ടുള്ള ബെൻഡിങ്ങിന് മുമ്പ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ ബെൻഡിങ് കഴിഞ്ഞാലും പ്ലെയിൻ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ദെൻ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ബീം ഇസ് ലാർജ് വെൻ കമ്പയർ ടു ദി ഡെപ്ത് ഓഫ് ദി ബീം. ഇത്രയും അസംഷൻസ് ആണ് ബെൻഡിങ് തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബീം എടുക്കുകയാണ്. ഇതൊരു ബീമാണ്.
ഈ ബീമിനകത്ത് ഞാൻ ചെറിയൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. എ ബി സി ഡി എന്ന് പറഞ്ഞ ചെറിയൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഇ എഫ് എന്നുള്ളത് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ്. ഇ എഫ് എന്ന് കാണിച്ചിട്ടുള്ളത് ന്യൂട്രൽ ആക്സിസ് ആണ്. ഓക്കെ, ദെൻ ഇത് ന്യൂട്രൽ ആക്സിസിന് താഴെ ഒരു y ഡിസ്റ്റൻസിൽ ഒരു എലമെന്റിനെ കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഈസ് കോൾഡ് GH ആൻഡ് ലെങ്ത് ഈസ് DX. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ബീമിനകത്ത് ചെറിയൊരു സെക്ഷൻ ABCD എന്നുള്ള സെക്ഷൻ കൺസിഡർ ചെയ്തു. അതിനകത്ത് ന്യൂട്രൽ ആക്സിസിന് താഴെ y ഡിസ്റ്റൻസിൽ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഇത് ബിഫോർ ബെൻഡിങ്ങിന്റെ കേസിലാണ്, ബെൻഡിങ് കൊടുക്കുന്നതിന് മുമ്പുള്ള കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി ബെൻഡിങ് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ബെൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സാഗിങ് ബെൻഡിങ് ആണ് വരുന്നത്, അല്ലേ? സാഗിങ് ബെൻഡിങ് ആണ് വരിക. ഓക്കെ, ഒരു മിനിറ്റ്, എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? ഓക്കെ, ആഫ്റ്റർ ബെൻഡിങ് എ ബി എന്നുള്ള ലെയർ എ ഡാഷ് ബി ഡാഷ് ഇതുപോലെ വളർന്നിരിക്കും, അല്ലേ? ഇ എഫ് എന്നുള്ള ലെയർ ഇ ഡാഷ് എഫ് ഡാഷ് ആയി മാറി, ജി എച്ച് എന്നുള്ള ലെയർ ജി ഡാഷ് എച്ച് ഡാഷ് ആയി, സി ഡി എന്നുള്ളത് സി ഡാഷ് ഡി ഡാഷ് ആയി. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ആർക്ക് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സി ഡാഷ് എ ഡാഷും ബി ഡാഷ് ഡി ഡാഷും ഈ ഒരു ഭാഗം, അല്ലേ, ഈ ഒരു ഭാഗം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആംഗിൾ കിട്ടും. ദിസ് ആംഗിളിനെ നമ്മൾ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, ഫൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള റേഡിയസ് ദാറ്റ് ഈസ് ആർ. ന്യൂട്രൽ ആക്സിസിലേക്കുള്ള റേഡിയസ് ആണ് ആർ. അതുപോലെ തന്നെ y എന്നുള്ളത് നമുക്കറിയാലോ, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ജി ഡാഷ് എച്ച് ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ്, ജി ഡാഷ് എച്ച് ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആർ എന്താണ്, ഫൈ എന്താണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസിനകത്ത് എന്താണ്, ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ടായിരിക്കില്ല, കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ന്യൂട്രൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ അതിന് ലെങ്ത്തിലെ മാറ്റം ഉണ്ടായിരിക്കില്ല. ഇ എഫ് ആദ്യം ബെൻഡിങ്ങിന് മുൻപ് ഇ എഫ് ആയിരുന്നുവെങ്കിൽ ബെൻഡിങ്ങിന് ശേഷം ഇ ഡാഷ് എഫ് ഡാഷ് ആണെങ്കിൽ പോലും അതിൻ്റെ ലെങ്ത്തില് മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാ? അവിടുത്തെ സ്ട്രെസ്സസ് എല്ലാം 0 ആണ്. സോ നമുക്ക് എന്തെന്ന് എഴുതാം? ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇ ഡാഷ് എഫ് ഡാഷിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഡാഷ് എഫ് ഡാഷിന് നമുക്ക് ആർ ഫൈ എന്ന് എഴുതാം. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഫൈ എന്ന് പറയുന്നത് ഐ ആംഗിള്, ആർ ഫൈ. ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർക്കല്ലേ? ആർക്ക് നമുക്ക് കാണുന്ന എക്സ്പ്രഷൻ റേഡിയസ് ഇൻറ്റു ഐ ആംഗിൾ, ആർ ഫൈ. ഓക്കെ, അപ്പൊ ഇ എഫും എന്ത് തന്നെയാണ്? ഇ ഡാഷ് എഫ് ഡാഷ് തന്നെയാണ്. അത് തന്നെയാണ് നമുക്കിപ്പോൾ എന്ത് കിട്ടിയത്? ആർ ഫൈ എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമ്മൾ ജി എച്ച് എന്നുള്ള ലെയർ എടുക്കുക. ജി എച്ച്, ആ ലെയറിനകത്ത് ഒരു നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലെയർ ജി എച്ച് ആണല്ലോ. ആ ലെയറിന് എന്തുണ്ടായിട്ടുണ്ട്? ഒരു സ്ട്രെയിൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ? അതെന്തായാലും വലിഞ്ഞിട്ടുണ്ട്. എന്തായി മാറിയിട്ടുണ്ട്? ജി ഡാഷ് എച്ച് ഡാഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ജി ഡാഷ് എച്ച് ഡാഷ്. ഒറിജിനൽ ലെങ്ത് ജി എച്ച് ബൈ ജി എച്ച്. ഓക്കെ, പിന്നെ ഈ ജി ഡാഷ് എച്ച് ഡാഷ് എന്താന്ന് നമുക്കറിയാം. ജി ഡാഷ് എച്ച് ഡാഷ് അല്ല, ഇ എഫ് എന്താണെന്ന് നമുക്കറിയാം. ഇ എഫ് തന്നെയാണ് എന്ത്? ഇ ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, ഇ എഫ് തന്നെയാണ് ഇ ഡാഷ് എഫ് ഡാഷ്. ഇവിടെ നോക്കൂ, ഈ ഫസ്റ്റ് ഫിഗറിൽ ബിഫോർ ബെൻഡിങ് ജി എച്ച് ഇസ് ഈക്വൽ ടു ഇ എഫ് നമുക്ക് പറയാം. ജി എച്ച് തന്നെയാണ് ഇ എഫ്. ഫിഗറിൽ നോക്കൂ, ബിഫോർ ബെൻഡിങ് ജി എച്ച് തന്നെയാണ്
ഇ എഫ്. സോ ജി എച്ചിന്റെ ഇ എഫിന്റെ ഇക്വേഷൻ നമുക്ക് ജി എച്ചിന് കൊടുക്കാം. ദാറ്റ് ഈസ് ജി എച്ചിനെ നമുക്ക് ആർ 5 എന്ന വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ആർ 5 എന്നുള്ള വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി നോക്കൂ, ജി ആഫ്റ്റർ ബെൻഡിങ്ങിൽ നോക്കൂ, ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതും ഒരു ആർക്ക് ലെങ്ത് ആണ് അല്ലേ. ഇങ്ങനെ വരും, ജി ഡാഷ് എച്ച് ഡാഷ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ഈ ലെങ്ത് എത്രയാണ്? ലെങ്ത് എത്ര വരും? ആർ പ്ലസ് 5 വരും അല്ലെ. ആർ പ്ലസ് 5 എന്നാണ് വരിക. ആൻഡ് ദിസ് ആംഗിൾ ഈസ് സോറി, ആർ പ്ലസ് 5 അല്ല, ആർ പ്ലസ് വൈ. തെറ്റി പറഞ്ഞോണേ, ആർ പ്ലസ് വൈ. ഓക്കെ, ആർ പ്ലസ് വൈ ആൻഡ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. സോ ആർ പ്ലസ് വൈ. ഈ ആർക്ക് ലെങ്ത് ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് എന്തായി മാറി? ആർ പ്ലസ് വൈ 5. ഇത് എവിടെ ഉണ്ട്? ആർ പ്ലസ് വൈ 5. ഓക്കെ, ആർ പ്ലസ് വൈ ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ഇക്വേഷനിലെല്ലാം കിട്ടിയല്ലോ. നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ജി ഡാഷ് എച്ച് ഡാഷിന് പകരം ആർ പ്ലസ് വൈ 5, ജി എച്ചിന് പകരം ആർ 5. എന്നിട്ട് നമുക്കതിനെ ആർ 5 പ്ലസ് വൈ 5 മൈനസ് ആർ 5 ബൈ ആർ 5 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. വൈ 5 ബൈ ആർ 5 എന്ന് വരും. ദാറ്റ് ഈസ് വൈ ബൈ ആർ എന്ന് കിട്ടും. അതായത് നമുക്ക് സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് വൈ ബൈ ആർ എന്ന് കിട്ടിയത്. സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് വൈ ബൈ ആർ എന്ന് കിട്ടിയത്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി സ്ട്രെയിന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. ഓക്കെ, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ സ്ട്രെയിൻ എന്നുള്ളതിന് തന്നെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി, വൈ ബൈ ആറും സ്ട്രെസ് ബൈ യങ്സ് മോഡുലസും. സ്ട്രെസ്സിന് നമ്മൾ എഫ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് ബൈ ഇ, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു വൈ ബൈ ആർ. അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്തു. ദെൻ നോക്കുക, ദെൻ നമുക്ക് എഴുതാം, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ വൈ ബൈ ആർ. ഈ ഇക്വേഷനിൽ നിന്ന് സ്ട്രെസ്സിനെ നമുക്ക് ഇ വൈ ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഫോഴ്സ്, ഈ എലമെന്റിലെ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഇ വൈ ബൈ ആർ. സ്ട്രെസ് നമുക്കറിയാം ഇ വൈ ബൈ ആർ ഇൻറ്റു ഏരിയ ഈസ് ആ എലമെന്റിന്റെ ഏരിയ ഡെൽറ്റ എ. ഓക്കെ, ഏരിയ ഡെൽറ്റ എ. നമുക്ക് ഫോഴ്സ് കിട്ടി. ദെൻ നമുക്ക് മൊമെന്റ് എടുക്കാണ് എന്നുണ്ടെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം എബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ലിവർ ആം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കേട്ടോ, വൈ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് മൊമെന്റ് എന്ത് എഴുതാം? ഇ വൈ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു വൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ലിവർ ആം ആണ് വൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ. ഇതിൽ ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ എന്താണ്? ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എം ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഐ. അതായത് എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇതിന് ഇക്വേഷൻ നമ്പർ 4. അതിപ്പോൾ ഇക്വേഷൻ നമ്പർ 3ക്ക് ഇ ബൈ ആർ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ എന്നും ഇക്വേഷൻ നമ്പർ 4 ഇ ബൈ ആറിന് എം ബൈ ഐ എന്നും നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 3 നോക്കൂ, 4 നോക്കൂ, രണ്ട് ഇക്വേറ്റ് ചെയ്തൂടെ? സോ നമ്മൾ ഇക്വേഷൻ 3 4 ഇക്വേഷൻ 3 4 നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ബെൻഡിങ് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ഏതെങ്കിലും എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. ആൻഡ് ഓൾ ദി ടേംസ് ആർ ഇമ്പോർട്ടൻറ്റ്. എം എന്താണ്? ബെൻഡിങ് മൊമെന്റ്. ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. എഫ് ഈസ് ദ bending stress. Why?
distance of fiber from neutral axis. P is the Young's modulus and R is the radius of curvature. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോവാതിരിക്കാനായിട്ട് ഒരു സൂത്രവാക്യം പറഞ്ഞുതരാം. നോക്കൂ, M by I is equal to F by Y is equal to E by R. നോക്കൂ, മേ ഐ ഫോളോ യു എലിസബത്ത് റാണി. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ഈ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക, രസമായിട്ട് തമാശ രൂപത്തിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, മേ ഐ ഫോളോ യു എലിസബത്ത് റാണി. അപ്പം മേ ഐ എന്നുള്ളതിൽ എം ബൈ ഐ, ഫോളോ യു എന്നുള്ളതിൽ എഫ് ബൈ വൈ, എലിസബത്ത് റാണി എന്നതിൽ ഇ ബൈ ആർ. ആ ഒരു രീതിയിൽ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ. എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. നമ്മുടെ ടോർഷൻ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ടോർഷൻ ഇക്വേഷൻ ഒന്ന് ഇത് വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? എന്തായിരുന്നു ടോർഷൻ ഇക്വേഷൻ? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യു എസ് ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ, ജി തീറ്റ ബൈ എൽ. ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ടോർഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ ബെൻഡിങ് ഇക്വേഷൻ. അതിൻ്റെ ഡെറിവേഷനും അസംഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് സിമ്പിൾ ബെൻഡിങ്ങിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു, ന്യൂട്രൽ ആക്സിസ് ന്യൂട്രൽ ലെയർ എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്തു, പിന്നെ ബെൻഡിങ് ഇക്വേഷൻ തിയറി പറഞ്ഞു, അതിൻ്റെ അസംഷൻസ് പറഞ്ഞു, പിന്നെ ഡെറിവേഷൻ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.